പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ, ശക്തമായി അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. കർത്താവ് അവിടുത്തെ സ്നേഹത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. ഈശോ കൂടെ ഉണ്ട് കേട്ടോ. പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ആശ്വാസം തേടി പല മനുഷ്യരുടെ അടുത്ത് ചെല്ലും. പക്ഷെ മനുഷ്യർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ പരിമിതികളുണ്ട്. ഉള്ളു കാണുന്നവനെ യഥാർത്ഥത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാനാവും. ഈശോയ്ക്കും മാത്രമേ ആഴത്തിൽ നമുക്ക് അനുഭവമാകുന്ന രീതിയിൽ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. ആശ്വാസം വേണം, ഈശോയുടെ കൂടെ ഇരിക്കുക. ഈശോ നിന്നെ ആശ്വസിപ്പിക്കും. ഒരുപാട് പേരുണ്ടാവും ഈ സമയത്ത് തകർന്ന ഹൃദയത്തോടെയൊക്കെ നിൽക്കുന്നവർ. ഈശോ നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. സങ്കീർത്തനം 94:18-19 എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. കർത്താവ് നൽകുന്ന ആശ്വാസം നമ്മൾ ഓരോരുത്തരെയും ഉന്മേഷവാന്മാരാക്കും. സങ്കീർത്തനം 62:5 ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. ദൈവത്തിൽ മാത്രമാണ് ആശ്വാസം, അവിടെ നിന്ന് മാത്രമാണ് പ്രത്യാശ നൽകുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിലുണ്ടല്ലോ, അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സഹനമാണ്, ഒരു നൊമ്പരമാണ്. കർത്താവാണ് വീഞ്ഞു തീർന്നു പോയ ആ കുടുംബത്തിന് അത്ഭുതത്തിലൂടെ വീഞ്ഞ് നൽകി ആശ്വാസം നൽകുന്നത്. ലൂക്കാ 7:11-17 വരെ നായനിലെ വിധവയുടെ ഏക മകനെ കർത്താവ് മരണത്തിൽ നിന്ന് ഉദ്ധാനത്തിലേക്ക് കൊണ്ടുവരാണ്. വചനം പറയുന്നത് എന്താ? വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. എന്നാ പറയുക, കർത്താവിന് സങ്കടം തോന്നിയിട്ടുണ്ടാവും, അലിവ് തോന്നിയിട്ടുണ്ടാവും, കരുണ തോന്നിയിട്ടുണ്ടാവും. കർത്താവ് തൊട്ടു, അവൻ എഴുന്നേറ്റു. ഇതുപോലെ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ തൊടട്ടെ. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ആശ്വാസദായകനായ ഈശോയെ അങ്ങേക്ക് നന്ദി എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.